ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ നമുക്കിപ്പോൾ ഇനി ക്ലാസ്സൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കൂടി ടൈമുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് സമയമൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന്. കാരണം ഇനി നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ പരിപാടി. ഇപ്പം നമ്മളിങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്ത് നമ്മളിനിയിപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാമെന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് സമയം ഞാൻ ഇരുന്നിട്ട് അതിൻ്റെ 2 ദിവസം മുന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഹാഫൊക്കെ ആക്കിയിട്ട് മെട്രിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മെട്രിക്സിൻ്റെ ആ ഒരു PYQൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു PYQവിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ജസ്റ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഒരു 6 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞാൻ 1 മണിക്കൂർ ഇരുന്നിട്ട് ആ ഒരു PYQs ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയൊരു ബ്രേക്ക് എടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് സമയം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ന്യൂസ് പേപ്പറൊക്കെ വായിക്കുക, അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അത് യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോസൊക്കെ കണ്ട് നോട്ട്സൊക്കെ ആയിട്ട് ഓരോ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്തായാലും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റീവ് ആവാൻ നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ കുറേ പരിപാടികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങാനായി അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും എന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഏകദേശം ഒരു 9 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കിലിപ്പോൾ മാത്സാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്കിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ചാപ്റ്ററിൻ്റെ ഇന്നത്തെ ക്ലാസ്സൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 2 മണിക്കൂർ ടൈമർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് കാണുന്നുണ്ടായിരുന്നത്. അതായത് 2 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാവും 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക് എടുക്കാമല്ലോ, ആ ഒരു 2 മണിക്കൂർ എങ്ങനെയെങ്കിലൊക്കെ ജസ്റ്റ് നമുക്ക് മടി ഉണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കുക എന്നുള്ള രീതിക്ക് നമ്മളത് മാക്സിമം ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആക്കി അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട് 1 കഴിഞ്ഞപ്പോൾ ആ ഒരു ടിക്ക് ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് ഞാൻ ആ ഒരു മാത്സ് പഠിക്കുന്നതിൻ്റെ പാർട്ട് 2 ഞാൻ വൈകുന്നേരമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പഠിക്കാനല്ല, PYQസിൻ്റെ ക്ലാസ് കാണാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ക്ലാസ് കണ്ട് അതിൻ്റെ നോട്ട്സൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ക്ലാസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ അതിൻ്റെ മുന്നൊക്കെ അതിൻ്റെ മോഡലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ അത് ടിക്ക് ഇടുകയാണ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ക്ലാസ്സിൻ്റെ കൂടെ തന്നെ വല്ല എനിക്കത് ആ ഒരു ടോപ്പിക്ക് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ആ ഒരു PYQs ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വൈകുന്നേരം ഞാൻ 1 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് ഈ ഒരു PYQs ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു രാത്രി എൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈകുന്നേരം പെട്ടെന്ന് തന്നെ ആ ഒരു രാത്രി ആവുന്നതിൻ്റെ കുറച്ച് മുന്നേ കേട്ടോ ഞാൻ ആ ഒരു PYQസിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടത്. പിന്നെ എന്തായാലും മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കുറച്ച് കുത്തിപ്പണീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്രാഫ്റ്റും ഐറ്റംസൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഇതല്ലാണ്ട് ഞാനിപ്പോൾ ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാഫ്റ്റിന് പുറമെ കുറച്ചും കൂടെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് ഞാൻ മാക്സിമം ഒന്ന് ട്രൈ ആക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു സ്റ്റഡി വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.